ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? വിമർശനങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാം. വിമർശനങ്ങൾ അല്ലെങ്കിൽ ക്രിറ്റിസിസം എപ്പോഴും നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അത് കേൾക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അതിനോട് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്ന് പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാകാറില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ വിഷമം വരും, ചിലപ്പോൾ വളരെ ദേഷ്യത്തിൽ പ്രതികരിക്കും. അപ്പോൾ ഈ വിമർശനങ്ങളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട കാര്യം വിമർശിച്ച ആ വ്യക്തിയേക്കാൾ എന്തുകൊണ്ടും നിങ്ങൾ ബെറ്റർ ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അയാൾക്കില്ലാത്ത എന്തോ സംതിങ് സ്പെഷ്യൽ അല്ലെങ്കിൽ എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ വിമർശിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൊക്കെ നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളത് അതൊന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നോക്കുക എന്നുള്ളതാണ്. പലതരം ആൾക്കാർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവായിട്ടും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടും നമ്മുടെ ലൈഫിൽ വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെയധികം ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ അവർക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ലൈഫിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള തിരക്കാറാണെങ്കിൽ അവരെപ്പോഴും മറ്റുള്ളവരുടെ വിമർശനങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരക്കാർക്ക് ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചറാണത്, അതിനെ ആ ഒരു രീതിയിൽ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിസ്ട്രക്റ്റീവായ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിറ്റിസിസത്തിന് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതേസമയം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പലരും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറിയ കുറവുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ നല്ലത് കാണണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ, അതല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസർമാർ, അങ്ങനെ വളരെ നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നമ്മൾ വരണം എന്നുള്ളത് കൊണ്ടും പല രീതിയിൽ നമുക്ക് ക്രിറ്റിസിസം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാണ് അതിനെ പറയുന്നത്. അത് വരുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കുക. അതിൽ നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ നമ്മളെ ബെറ്റർ ആക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം അതിലൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാരെ പലതരമാണ്. അപ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാർക്കും മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ വിമർശിക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പം ആരെയാണോ പറയുന്നത് അവർ വളരെ ദേഷ്യത്തോടു കൂടി പ്രതികരിക്കണം, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിൽ അവർ തളർന്നു പോകണം. അപ്പോൾ വളരെ ദേഷ്യത്തിൽ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അതിനു വേണ്ടിയാണ് അവരിങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ മനസ്സിലിരിപ്പ് ഇതാണ് എന്ന് മനസ്സിലായാൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ കരയാനോ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അതിനോട് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലും അത് ഏത് സെൻസിൽ എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിങ്ങനെ പ്രതികരിച്ച് കാണുന്നതിന് വേണ്ടി തന്നെയാണ് അവരിത് പറയുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ സ്വയം ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സ്വയം ഒന്ന് നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് കഴിവുകളുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ വീക്ക് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ്, നിങ്ങളെന്ന വ്യക്തി എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എവിടെയാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പാളിച്ചകൾ ഉണ്ടാവുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അപ്പം നിങ്ങളുടെ കഴിവുകളും കുറവുകളും ഒക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കത് സ്വയം റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റുള്ളവരുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് അത്രയധികം വിഷമം തോന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര നന്നായി ജീവിക്കുന്ന ഒരാളായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നമുക്ക് എത്ര നമ്മൾ നന്നായിട്ട് ജീവിച്ചാലും ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പകരം നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളെ പോലും വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് മിസ്റ്റേക്കുകളാക്കി അതിനെ വിമർശിക്കാനിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ നാലുപാടും ഉള്ളതെന്ന് മനസ്സിലാക്കുക.
മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല എനിക്ക് ജീവിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാനുള്ള നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലറിയാം ഞാൻ എന്നും നല്ല രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ മറ്റൊരാൾ ക്രിറ്റിസിസം പറയുമ്പോൾ അതിൽ നമ്മൾ അധികം വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് ഓക്കെ അല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ക്രിറ്റിസിസത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. വിമർശനങ്ങളെ ഇമോഷണലി നേരിടാതെ വിവേകത്തോടെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, മാമ്പഴമുള്ള മാവിൽ മാത്രമേ ആൾക്കാർ കല്ലെറിയുള്ളൂ, വെറുതെ നിൽക്കുന്ന മാവിൽ അല്ലെങ്കിൽ അങ്ങയൊന്നും ഇല്ലാത്ത മാവിലൊന്നും ആരും കല്ലെറിയാൻ പോകാറില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശനത്തിന് യോഗ്യയായ വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കഴിവ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും തൊട്ടാവാടിയെ കാണുമ്പോൾ നമ്മളെല്ലാവരും ചെന്നൊന്നും തൊടാറില്ലേ. അപ്പോൾ ആ തൊടുമ്പോൾ അത് വാടുന്നത് കാണാനുള്ള ഒരു രസം കൊണ്ടാണ് നമ്മൾ പലരും ചെന്ന് തൊടുന്നത്. അപ്പോൾ അതുപോലുള്ള തൊട്ടാവടികൾ ആവാതിരിക്കുക ജീവിതത്തിൽ. കാരണം നമുക്ക് ആ രീതിയിൽ നമുക്ക് ജീവിതം ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താലും, അല്ലെങ്കിൽ എത്ര നന്നായിട്ട് നമ്മൾ നാളെ ഇങ്ങനെയാണ് മറ്റന്നാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും അതിനപ്പുറം പലപ്പോഴും പല സിറ്റുവേഷൻസും വരും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും വരും, പല വ്യക്തികളും വരും. അപ്പോഴൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നതിലൊക്കെ തളർന്നു പോകാൻ നിന്നാൽ നമുക്കൊരിക്കലും ലൈഫിൽ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന വ്യക്തികളുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് നമ്മളെങ്ങനെ മാറാം, നമ്മുടെ മനസ്സ് എങ്ങനെ മാറ്റാം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ അത് നമ്മളെ ഒരിക്കലും ബാധിക്കാത്ത ഒരു കാര്യമാണ്, അങ്ങനെയുള്ളൊരു ക്രിറ്റിസിസം ആണെങ്കിൽ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് കളയുക എന്നുള്ളതാണ്. അതിൽ റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് കല്ലും മുള്ളും ഒക്കെ കാണും. അപ്പോൾ അതെല്ലാം പെറുക്കി മാറ്റി നമുക്ക് നടന്നു പോവുക ബുദ്ധിമുട്ടാണ്. അതിൽ ചവിട്ടാതെ നമുക്ക് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് നേരെ വരും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ആൾക്കാർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവരത് എന്ത് പറയും എന്നുള്ള മറ്റുള്ളവരുടെ പ്രതികരണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളിലോ അല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരാൾ പറയുമ്പോൾ അതിൽ തളർന്നു പോകാതിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. നമ്മൾ എന്താണെന്ന് കറക്റ്റ് 100% നമുക്ക് അറിയാമെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് നല്ലതാക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ഒരുപാട് പൊക്കി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും ഒന്നും തോന്നില്ല, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമുക്ക് അധികം സങ്കടപ്പെടാനും തോന്നില്ല. കാരണം 100% ഞാനെന്ന വ്യക്തി എന്താണ്, എൻ്റെ പോസിറ്റീവ്സ് എന്താണ്, എൻ്റെ നെഗറ്റീവ്സ് എന്താണ്, എനിക്ക് എന്താണ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്, എന്താണ് എൻ്റെ വീക്ക്നെസ് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു വിഷയം നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക. എന്തൊക്കെ വിമർശനങ്ങൾ നേരിട്ടാലും നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായാൽ ഈ വിമർശനങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വിമർശനങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ള വിഷയത്തിൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളിന്ന് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.